ഗുഡ് മോർണിംഗ്. ഇന്ന് മരുമകളാണ് കേട്ടോ. വൈകിട്ട് കോൺട്രാക്ട് വൈഫ് ഇടാം. രാവിലെ ഞാനത് പറഞ്ഞത് മുതൽ എന്നോടങ്ങനെ മിണ്ടിയിട്ടില്ല. ഹരിയേട്ടൻ ചായ വന്നപ്പോഴും ചായ ഇട്ട് കൊടുത്തു എന്നല്ലാതെ ആളിനോടും വലിയ മിണ്ടാട്ടമൊന്നും കണ്ടില്ല. അമ്മായി എന്തോ കാര്യമായ പണി തരാനുള്ള പ്ലാനിങ്ങിലാണെന്ന് എനിക്കപ്പം തോന്നി. ഹരിയേട്ടന് ഇംഗ്ലീഷും മലയാളവും നോവലുകളുടെയും ചെറുകഥകളുടെയും ഒക്കെ ഒരു നല്ല കളക്ഷൻ ഉണ്ട്. രാജേഷ് ഏട്ടനും അതുപോലെ ബുക്ക് കളക്ഷൻ ഉണ്ടെന്ന് ഇടയ്ക്കെപ്പോഴും ഹരിയേട്ടൻ പറഞ്ഞിരുന്നു. പുതിയ ബുക്സ് വാങ്ങുമ്പോൾ അവർ പരസ്പരം കൈമാറി വായിക്കാറുണ്ട്. ഇതിപ്പോൾ ഹരിയേട്ടൻ ഏതോ ബുക്ക് കൊടുത്തിട്ട് ഹരിയേട്ടൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ബുക്ക് എടുത്തിട്ട് പോകാനുള്ള വരവാണ്. അവർ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ അകത്തേക്ക് കയറി. അമ്മയുടെ മുറിയിലൊന്ന് പാളി നോക്കുമ്പോൾ കട്ടിലിൽ കിടപ്പുണ്ട് ആള്. ദൈവമേ, ഇതിപ്പോൾ കാര്യമായി എന്തോ ഒപ്പിക്കാനുള്ള പുറപ്പാടാണല്ലോ. നീ സൂക്ഷിച്ചോ ദേവു എന്നെൻ്റെ മനസാക്ഷി എനിക്ക് മുന്നറിയിപ്പ് നൽകി. ഞാനൊരു നെടുവീർപ്പിട്ട് അകത്തേക്ക് നടന്നു. അമ്മയുടെ ഹരി? രാജേഷ് ഏട്ടൻ ഹരിയേട്ടനോട് ചോദിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് പോയത്. വെള്ളം കുടിച്ചു കഴിഞ്ഞ് തിരികെ വരുമ്പോൾ രാജേഷ് ഏട്ടൻ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കൂടെ ഹരിയേട്ടനും. അമ്മയും അവർക്ക് പിറകെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. പതിയെ നടന്ന് വാതിൽക്കൽ ചെന്ന് നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി. രാജേഷ് ഏട്ടൻ ബൈക്കിൽ കയറി ഇരിപ്പുണ്ട്. അമ്മ അടുത്തേക്ക് ചെന്നതും എന്താ അമ്മേ വയ്യേ എന്ന ആള് ചോദിച്ചതും മാത്രമേ കേട്ടുള്ളൂ. സ്വിച്ച് ഇട്ടതുപോലെ ഒറ്റ കരച്ചിലായിരുന്നു അമ്മായി. ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്തിന്? അതുവഴി നടന്നുപോയ പൂച്ച പോലും ആ ഇടിവെട്ട് പോലുള്ള കരച്ചിലിന്റെ ആക്കത്തിൽ പേടിച്ചൊരൊറ്റ ഓട്ടമായിരുന്നു. എന്താ അമ്മ, എന്തു പറ്റി? ആദ്യം കേട്ടത് ആദ്യോടെയുള്ള ഹരിയേട്ടന്റെ ശബ്ദമാണ്. അമ്മ അപ്പോഴേക്കും വെട്ടിക്കൊല്ലും പോലെ കരച്ചിലാണ്. അമ്മ കരയാതെ കാര്യം പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. അമ്മയോടത് പറയുമ്പോൾ രാജേഷ് ഏട്ടന്റെ നോട്ടം എൻ്റെ നേർക്ക് വരുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിലോ നിന്നിടത്ത് നിന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വിധം ആകെ ഒരു തളർച്ച തോന്നി എനിക്ക്. ഹരിയേട്ടൻ അമ്മയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. രാജേഷ് ഏട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയില്ല. അവർ പറയാൻ പോകുന്നത് എന്ത് കഥയായാലും അതിലെ വില്ലത്തി ഞാനാകുമെന്ന് ഉറപ്പല്ലേ? ഒന്നുമില്ല, എനിക്ക് പെട്ടെന്ന് സങ്കടം സഹിക്കാൻ പറ്റിയില്ലടാ മക്കളെ. നീയും എനിക്കെൻ്റെ മോനെ പോലെ തന്നെയാ. രാജേഷ് ഏട്ടൻ്റെ കയ്യിൽ പിടിച്ചാണ് പറയുന്നത്. അങ്ങനെ തന്നെ അമ്മ, അല്ലെന്ന് ആരാ പറഞ്ഞേ? അമ്മ ഇങ്ങനെ കരയാതെ. രാജേഷ് ഏട്ടൻ അവിടെ ഭയങ്കര ആശ്വസിപ്പിക്കൽ. ഈ മനുഷ്യനെ കുറിച്ച് ഇപ്പം മോനെ പോലെ എന്ന് പറഞ്ഞവര് കുറച്ചു നാൾ മുൻപ് പറഞ്ഞത് എന്തൊക്കെയാണെന്നറിഞ്ഞ അങ്ങേര് തന്നെ 4 പെടയും കൊടുത്തിട്ട് ഇവരെ വല്ല പൊട്ടക്കണത്തിലും കൊണ്ട് തള്ളും. നമ്മളെല്ലാവരെയും മക്കളായിട്ടേ കാണൂ. ആരുടെ അടുത്തും ദേഷ്യപ്പെട്ട് ഒരു വാക്കും ഞാൻ പറയൂലെന്ന് നിനക്കറിയാലോ മക്കളെ. എന്നിട്ടാണ് മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ ഓരോന്നൊക്കെ ഓരോരുത്തർ പറയണത്. ചങ്ക് തകർന്നു പോയി മക്കളെ. അതാ ഞാൻ. ഏങ്ങലടക്കി മൂക്ക് പിഴിയുന്നുണ്ടവര്. എനിക്കെൻ്റെ സങ്കടം പറയാൻ ആരെങ്കിലും വേണ്ടേ? രാജേഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടിട്ടില്ല. തല കുനിഞ്ഞു പോയി. എൻ്റെ കണ്ണ് നിറഞ്ഞു തൂവി. അപമാനം, വല്ലാത്ത അപമാനം. ഈ നിമിഷം ഉരുകി ഒലിച്ചില്ലാതായെങ്കിലെന്ന് ഓർത്തുപോയി ഞാൻ. എത്രയൊക്കെ ധൈര്യം ഭാവിച്ചാലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മനസ്സ് പിടിവിട്ടു പോകുന്നു. കണ്ണുകൾ അനുസരണക്കേട് കാട്ടുന്നു. തലകുനിച്ചു നിൽക്കുമ്പോഴും രാജേഷ് ഏട്ടൻ്റെ നോട്ടം ഇടയ്ക്കിടെ എൻ്റെ നേർക്ക് വരുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അമ്മയത് എന്തൊക്കെയാ പറയുന്നത്? അകത്തേക്ക് കയറി വന്നേ. ഹരിയേട്ടൻ അമ്മയെ ബലമായി പിടിച്ച് അകത്തേക്ക് കയറ്റാൻ നോക്കുന്നു. അമ്മ ബലം പിടിച്ച് നിൽക്കുന്നേ ഉള്ളൂ. അമ്മ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാമല്ലോ. ദാണ്ടേ ഹരിയോട് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. അമ്മ ഇങ്ങനെ കരഞ്ഞ അസുഖമൊന്നും വരുത്തി വെക്കാതെ അമ്മയോടായി പറഞ്ഞിട്ട് രാജേഷ് ഏട്ടൻ ഹരിയേട്ടനെ നേരെ തിരിഞ്ഞു. എടാ ഹരി, നീ അമ്മയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്ക്. പരിഹാരം ഇല്ലാത്ത പ്രശ്നമില്ലെന്നല്ലേ? ഹരിയേട്ടൻ്റെ തോളിൽ തട്ടി രാജേഷ് ഏട്ടൻ പറഞ്ഞു. ബൈക്കിൽ കയറി. നീ പിന്നെ ഒരിക്കൽ വരുമ്പോൾ പറയാം മക്കളെ ഞാനെല്ലാം. ഇപ്പം അമ്മയ്ക്ക് വയ്യ. കണ്ണു തുടച്ചു നിന്ന് പറയുന്നുണ്ടായി അമ്മ. രാജേഷ് ഏട്ടൻ പിന്നെയും അമ്മയെ ആശ്വസിപ്പിച്ച് ബൈക്കും എടുത്തു പോയി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തൊട്ടു പിറകിൽ എല്ലാം കേട്ട് അമ്മാവന് നിൽപ്പുണ്ടെന്ന് അറിയുന്നത്. അങ്ങേരനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. ഞാൻ തളർച്ചയോടെ സിറ്റൗട്ടിലെ കസേരയിലേക്ക് ഇരുന്നു. എത്ര അടക്കിയിട്ടും സങ്കടം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അവരിങ്ങനെ മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് എന്നെപ്പറ്റി പറയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ. നാടകത്തിൽ അഭിനയിക്കാത്തത് എന്ത്? അവാർഡ് കിട്ടിയേനെയല്ലോ. ഞാൻ കരയുന്നത് നോക്കി അച്ഛൻ എൻ്റെ മുന്നിൽ വന്നതെന്ന് പല്ല് കടിച്ചു പറയുന്നു. മുഖമുയർത്തി അയാളെ നോക്കിയപ്പോഴേക്കും ഹരിയേട്ടൻ അമ്മയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് വന്നിരുന്നു. അമ്മയെ എനിക്കെതിരെയുള്ള കസേരയിൽ തന്നെ ഇരുത്തി. എന്താ അമ്മ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്നോട് പറഞ്ഞുകൂടെ? എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവൻ്റെ മുന്നിൽ പോയിന്ന് കരഞ്ഞേക്കുന്നു. എന്ത് കാര്യത്തിന്? ഹരിയേട്ടൻ അമർഷം ഒതുക്കിയാണ് പറയുന്നതെന്ന് ആ ശബ്ദത്തിൽ നിന്നറിയാം. ഇവൾ എന്നെ പറഞ്ഞതൊക്കെ നിന്നോട് പറഞ്ഞ നീ എന്നെ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. നിനക്കിപ്പോൾ എന്നെക്കാളും ഇവള് മതിയല്ലോ. ഞാനല്ലേ എല്ലാവർക്കും ശല്യം. ഞാനില്ലാതായ അതങ്ങ് തീരുമല്ലോ. അവരെന്തൊക്കെയോ വാശി കയറിയതുപോലെ പറയുന്നുണ്ട്.
എൻ്റെ കണ്ണ് മിഴിഞ്ഞുപോയി. പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയാൻ പറ്റൂ. അല്ലാതെ സ്വയം അങ്ങ് തീരുമാനിച്ചാൽ എങ്ങനെയാ? ഹരിയേട്ടൻ അസ്വസ്ഥതയോടെ മുഖം ചൂളിച്ചു. ഇന്ന് രാവിലെ ഇവൾ എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് നിനക്കറിയോ? ഞാൻ എപ്പോഴാണ് ഇവളെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുള്ളത്? നിന്റെ അടുത്ത് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ആരുടെങ്കിലും അടുത്തും പറഞ്ഞിട്ടുണ്ടോ? നിന്നെപ്പോലെ കരുതിയിട്ടുള്ളൂ. അതിനാ എനിക്കിന്ന് കിട്ടിയത്. പിന്നെയും അവരുടെ കരച്ചിൽ ഉച്ചത്തിലായി. അമ്മാവൻ അവരുടെ അടുത്തിരുന്ന് പോട്ടെ കുമാരി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നോട് നേരത്തെ അഭിനയമാണെന്ന് പറഞ്ഞ ആളാണിപ്പോൾ ഓസ്കാർ അഭിനയം കാഴ്ചവെക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതെന്ന് ഓർക്കണം. എല്ലാവരും എന്നോട് പറഞ്ഞതാ ഇപ്പൊ പാവം പോലെ ഇരിക്കണേനെ ഒന്നും വിശ്വസിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ താനി കൊണം കാണിക്കുമെന്ന്. അന്നൊക്കെ അങ്ങനെയൊന്നുമില്ല. എൻ്റെ കൊച്ചു പാവമാണെന്ന് പറഞ്ഞ ഞാനാ. എന്നെയാ ഇവള്. കല്യാണം കഴിഞ്ഞ് 10 മാസം തികച്ചായില്ല, ഇപ്പോഴേ ഇങ്ങനെ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അവരവിടെ കത്തി കയറുന്നു. ഞാൻ എപ്പോഴമ്മേ മോശം പറഞ്ഞത്? ഇവരിത് എങ്ങോട്ടാ പറഞ്ഞു പോകുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് പേടി തോന്നി. പറഞ്ഞിതൊരു വലിയ പ്രശ്നമാക്കാനുള്ള പുറപ്പാടാണിവർ. എപ്പോഴാന്നോ? ഇന്ന് രാവിലെ കോവിലിൽ പോയിട്ട് വന്നപ്പോൾ നീ എന്തൊക്കെയാ എന്നെ പറഞ്ഞത്? അവരെന്നെ നോക്കി ദഹിപ്പിച്ചു. ഹരിയേട്ടനെ നെറ്റി ചുളിച്ചെന്നെ നോക്കി. ഞാൻ അതിന് അമ്മയാണോ പറഞ്ഞത്? നെഞ്ചിടിപ്പ് ഉയരുന്നുണ്ട് എൻ്റെ. എങ്ങനെയാണ് ഈ പ്രശ്നം നേരിടേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. രാവിലെ ഇവരോടൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. ഇതിപ്പോൾ പ്രശ്നം തീർക്കാൻ പോയത് അതിലും വലിയ പ്രശ്നമാകുന്നു തോന്നുന്നത്. അയ്യടി, നിന്റെ കൂട്ടുകാരിയുടെ അമ്മായിയെ പറഞ്ഞെന്നും പറഞ്ഞ് ഓരോന്ന് പറഞ്ഞാൽ എന്നെയാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവൂല്ലെന്നാ. ഇത്തവണ എൻ്റെ നേർക്കുള്ള ഹരിയേട്ടൻ്റെ നോട്ടം കൂർത്തു. അമ്മ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാനത് അമ്മയെക്കുറിച്ച് പറഞ്ഞതാണെന്ന് അമ്മയ്ക്ക് തോന്നിയത്? ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് എവിടുന്ന് കിട്ടുന്നാവോ? എല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ തനിയെ വന്നു പോകുന്നതാവണം. കണ്ടാടാ, കണ്ട അവളെൻ്റെ അടുത്ത് തർക്കിക്കണത് കണ്ട? സ്വന്തം മോളെ പോലെയാണ് ഞാൻ ഇവളെ കാണുന്നത്. ഞാൻ ഇവളെക്കുറിച്ച് ആരോടെങ്കിലും കുറ്റം പറയുവോടാ? നിനക്കങ്ങനെ തോന്നണുണ്ടോ? ഹരിയേട്ടൻ ആകെ പകച്ചിരിപ്പാണ്. എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ അറിയുന്നില്ലെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാണ്. അമ്മ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് പലരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊക്കെ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുമുണ്ട്. ഞാൻ മാത്രമല്ല, ഹരിയേട്ടനും. അമ്മ എന്നെക്കുറിച്ച് പറയുന്നതൊക്കെ ഹരിയേട്ടനും കേട്ടിട്ടുണ്ട്. അപ്പോഴത്തെ ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. അല്ലെങ്കിലും ദേഷ്യവും സങ്കടവും ടെൻഷനും ഒക്കെ കൂടി ഒരുമിച്ച് വന്നാൽ എന്താ പറയുന്നതെന്ന് ബോധം ഉണ്ടാവില്ലല്ലോ. വികാരം അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ വിവേകത്തോട് ചിന്തിക്കാൻ പറ്റുമോ? എനിക്കും പറ്റിയത് അതാണ്. ഹരി ഇതെങ്ങനെ കേട്ടു എന്നൊരു ചോദ്യം വരുമെന്ന് അന്നേരം ഞാൻ ചിന്തിച്ചതേയില്ല. പക്ഷെ ഹരിയേട്ടൻ്റെ ചിന്ത ആ വഴി പോയെന്ന് ദയനീയമായി ഇങ്ങോട്ടുള്ള ആ നോട്ടം കണ്ടപ്പോൾ മനസ്സിലായി. എപ്പോഴാടാ ഞാൻ അവളെ പറഞ്ഞത്? നീ എപ്പോഴാ കേട്ടത്? ഒരിക്കലും ഹരിയേട്ടനൊന്നും കേൾക്കില്ലെന്നൊരു ഉറപ്പ് അമ്മയുടെ വാക്കുകളിലുണ്ടായിരുന്നു. എപ്പോഴും ആവേശത്തിൽ എഴുന്നേറ്റ് നിന്നിരുന്ന ഞാൻ പിന്നെയും തളർച്ചയോടെ കസേരയിലേക്കിരുന്നു. റെക്കോർഡ് ചെയ്തു എന്നെങ്ങാനും ഇവരറിഞ്ഞ ഇപ്പം കാണിക്കുന്നതിൻ്റെ ഇരട്ടി പ്രകടനം കാണിക്കുവർ. ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. കണ്ണുകൾ പിന്നെയും നിറഞ്ഞൊഴുകി. ഹരിയേട്ടൻ എവിടെ ഇരുന്ന് ഇതിപ്പോൾ എന്തിനാടി ഇങ്ങനെ പറഞ്ഞത് എന്ന ഭാവത്തിൽ എന്നെ നോക്കുന്നത് അറിയാൻ കഴിയുന്നുണ്ട് എനിക്ക്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലേ മനുഷ്യന് സാമാന്യ ബോധം എന്നൊരു സാധനം വരും. ആ ബോധമില്ലായ്മയാണല്ലോ പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങൾക്കും ഹേതുവാകുന്നതും. ഹരിയേട്ടൻ ഇത്തിരി നേരം മിണ്ടാതിരുന്നു. എങ്ങനെ പറയുമെന്ന് ആലോചിക്കുന്നതാകും. മനസ്സിലിപ്പോൾ എന്നെ പ്രാകുന്നുണ്ടാവും. ഉണ്ടായ പ്രശ്നം തീർക്കുന്നതിന് പകരം പുതിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് കരുതുന്നുണ്ടാവും. അമ്മായി അപ്പോഴും വെട്ടിക്കൊല്ലും പോലെ കരച്ചിൽ തന്നെ. അതിനിടയിലും പറയടാ പറയടാ എന്നും പറഞ്ഞ് ഹരിയേട്ടനെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അമ്മാവനാണെ ഒരു കത്തി കിട്ടിയ എന്നെ ഇപ്പം കുത്തിക്കൊല്ലുമെന്ന മട്ടിലിരിപ്പാണ്. അങ്ങേരുടെ കണ്ണിൽ ഞാനാണല്ലോ ഭാര്യയെ കരയിപ്പിച്ചത്. അതിൻ്റെ കലിപ്പാണ്. ദേവു പറഞ്ഞത് നേരാ. ഞങ്ങൾ രണ്ടാളും കേട്ടിട്ടുണ്ട് അമ്മ അവളെയും അവളുടെ വീട്ടുകാരെയും കുറിച്ച് കുറ്റം പറയുന്നത്. അതും വളരെ മോശമായിട്ട്. ഹരിയേട്ടൻ പതിയെ തീർത്തും ശാന്തനായിട്ടാണ് പറഞ്ഞത്. എങ്കിലും അമ്മായിയും കൂടെ അമ്മാവനും നന്നായി ഞെട്ടിയിട്ടുണ്ട്. ഒപ്പം ഞാനും. ഹരിയേട്ടൻ അങ്ങനെ പറയുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. പക്ഷെ അതൊക്കെ കേട്ടത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ അമ്മായി ഉണ്ടാക്കാൻ പോകുന്ന ഭൂകമ്പത്തെപ്പറ്റി ഓർക്കവേ വന്ന സമാധാനം ഇരട്ടി സ്പീഡിൽ വന്ന വഴിയെ തന്നെ ഒന്ന് ഓടിക്കളഞ്ഞു. കുറച്ച് ദിവസം മുൻപാ ഞാനും ഇവളെ കൂടി പുറത്തു പോകാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി മുകളിലെത്തിയപ്പോൾ ചാറ്റമഴ തുടങ്ങി. ബൈക്ക് എവിടെ വെച്ചിട്ട് കൂടെ എടുക്കാൻ തിരികെ വന്നതാ ഞങ്ങൾ. നിങ്ങൾ രണ്ടാളും കൂടി ഇവളുടെ വീട്ടുകാരെയും പറ്റി എന്തൊക്കെയോ പറയുന്നത് പുറത്തെത്തിയപ്പോഴേ ഞങ്ങൾ കേട്ടു. കുറച്ചു നേരം പുറത്ത് നിന്നിട്ട് ചാറ്റൽ മഴ മാറിയിട്ടാണ് തിരികെ പോയത്. അന്നേരം കയറി വന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ തോന്നിയില്ല. ഇവള് തന്നെയാണ് പറഞ്ഞത് അമ്മയോട് അതൊന്നും ചോദിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന്. ഹരിയേട്ടൻ പറഞ്ഞു നിർത്തുമ്പോഴും അമ്മയും അച്ഛനും ഞെട്ടിയിരിപ്പുണ്ട്. റെക്കോർഡ് ചെയ്ത കാര്യം ആൾ പറഞ്ഞിട്ടില്ല, കള്ളം പറഞ്ഞിരിക്കുന്നു.
എനിക്ക് വേണ്ടി. എനിക്ക് ആ മനുഷ്യനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഇഷ്ടം തോന്നി, സന്തോഷം തോന്നി, ചിരി വന്നു. കരച്ചിലിനിടയിൽ തെളിഞ്ഞ ചിരി ആയതുകൊണ്ടാകും എൻ്റെ ചുണ്ട് താഴേക്ക് കൂടിപ്പോയത്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളിവിടെ 4 പേരല്ലേ ഉള്ളൂ. സന്തോഷത്തോടെ കഴിഞ്ഞൂടെ നമുക്ക്? സ്നേഹത്തോടെ കഴിഞ്ഞൂടെ? അമ്മയോടുള്ള ആ ചോദ്യം ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണെന്ന് തോന്നി. പാവം തോന്നി എനിക്ക് ഹരിയേട്ടനോട്. കൊള്ളാടാ, ഇവള് പറയുന്നതാണല്ലോ നിനക്കിപ്പോൾ വിശ്വാസം. എനിക്കറിയാം നീ ഒന്നും കേട്ടിട്ടൊന്നും ഇല്ലാന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലാത്തതൊക്കെ നിന്നോട് ഇവള് പറഞ്ഞു തന്നതാവും, എന്നെ നിന്നെ തെറ്റിക്കാൻ. ആദ്യത്തെ പകപ്പ് മാറിയപ്പോൾ അമ്മ കരച്ചിലിൻ്റെ അകമ്പടിയോട് പറഞ്ഞു. അപ്പോഴും അവരതൊക്കെ സമ്മതിച്ചു എന്ന് സമ്മതിച്ചു തരാൻ അവർക്ക് തയ്യാറല്ല. എന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ അമ്മ? ഞാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചാലല്ലേ ഇവനെ വിളിച്ചുകൊണ്ട് നിനക്ക് നിന്റെ വീട്ടിലോട്ട് താമസം മാറ്റാൻ പറ്റൂ? എന്നാലല്ലേ എൻ്റെ ചെറുക്കൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസയൊക്കെ കൊണ്ട് നിനക്ക് ആഡംബരം കാണിക്കാൻ പറ്റൂ? ഞങ്ങളുടെ ചിലവ് ഒഴിഞ്ഞു കിട്ടുമല്ലോ. അവൻ എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി അലറി. ഞാൻ സ്തംഭിച്ച് നിന്നുപോയി. മനസ്സിൽ പോലും കരുതിയിട്ടില്ല ഇതൊന്നും. അമ്മ മതിയമ്മ, മതിയാക്ക്. വേണ്ടാത്തതൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ അമ്മ. ഇത്തവണ ഹരിയേട്ടൻ്റെ സ്വരത്തിൽ അപേക്ഷയാണ്, അക്ഷമയാണ്. ഇനിയും ഒന്നും കേൾക്കാൻ വയ്യെന്ന പോലെ. ഞാനും എന്തോ പറയാൻ ഒരുങ്ങിയതാണ്. പക്ഷെ ഒന്നും പറയല്ലേ എന്നതുപോലെയുള്ള ദയനീയമായ ഹരിയേട്ടൻ്റെ നോട്ടത്തിന് മുന്നിൽ ശബ്ദയായിപ്പോയി. പിന്നെ ഒരു സംസാരത്തിന് നിൽക്കാതെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. ആദ്യം നമ്മുടെ ഭാഗം പറഞ്ഞു നോക്കണം. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് തോന്നിയാൽ പിന്നെ അവിടെ നിർത്തിയേക്കണം. അതൊരിക്കലും തോറ്റുകൊടുക്കലോ പരാജയമോ ആവില്ലല്ലോ. പറയുന്നത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരോട് നാവിട്ടടിച്ച് നമ്മുടെ എനർജി കളയുന്നത് എന്തിന്? മുറിയിൽ കയറി കട്ടിലേക്ക് വീണു. കരച്ചിലും വരുന്നില്ല, ആകെ ഒരു മരവിപ്പ് പോലെ. കല്യാണ തലേന്ന് അമ്മ പറഞ്ഞു തന്നത് ഓർമ്മ വന്നു. എൻ്റെ കുട്ടി ഇത്ര നാളും വിഷമിച്ചില്ലേ? ഇനി സന്തോഷം മാത്രമേ ഉണ്ടാവൂ. അവർ നല്ല ആൾക്കാരാ മോളെ. അതല്ലേ 5 പൈസ സ്ത്രീധനം പോലും വാങ്ങാത്തെ? ഇല്ലേൽ ഇക്കാലത്തൊരു കോളേജ് അധ്യാപകന് എത്ര സ്ത്രീധനം കിട്ടുമെന്നാ? അത്യാഗ്രഹം ഇല്ലാത്തവരാ. അപ്പോൾ ഉള്ളു നിറയെ സ്നേഹവും കാണും. അമ്മ എന്ന് പറഞ്ഞതൊക്കെ ഓർക്കെ എനിക്ക് ഈ അവസ്ഥയിലും ചിരി വന്നു. പുറംചട്ട നോക്കി ഒരു ബുക്കിനെ ജഡ്ജ് ചെയ്യരുതെന്ന് പറയാറില്ലേ? മനുഷ്യനും അതുപോലെ തന്നെ. പുറമേ കാണുന്നതൊന്നുമല്ല ഒരു മനുഷ്യനും. ഒപ്പം ജീവിച്ചാൽ പോലും ആരെയും ആർക്കും മനസ്സിലാക്കാൻ പൂർണ്ണമായും കഴിയില്ല. അതിനെ അമ്മായിയമ്മയായാലും ഭർത്താവായാലും സ്വന്തം മക്കളായാലും. എന്തിന്? ചിലപ്പോൾ നമ്മളെപ്പോലും നമുക്ക് മനസ്സിലാവാറില്ലല്ലോ. അമ്മായി ഈ നാട്ടിൽ എല്ലാവർക്കും വളരെ നല്ലവരാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഒരിക്കൽ ഇവിടെ തേങ്ങ വെട്ടാൻ വരുന്ന മാമൻ പറഞ്ഞിരുന്നു, ഇവിടേക്ക് വരാനായതെൻ്റെ ഭാഗ്യമാണെന്ന്. ഇവിടുത്തെ അച്ഛനും അമ്മയും പാവങ്ങളാണെന്ന്. അന്ന് ഞാനത് വിശ്വസിച്ചു. എന്നാൽ ഇന്നയാൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? ആ മാമൻ മാത്രമല്ല, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നതുകൊണ്ട് എനിക്കുണ്ടായ ഭാഗ്യത്തെക്കുറിച്ച്. ഇതിലും വലിയൊരു ഭാഗ്യം എനിക്കിനി വരാനുണ്ടോ അല്ലേ? ഒരു പുച്ഛച്ചിരി ചുണ്ടിൽ വിരിയുമ്പോഴും കണ്ണീരൊഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. പുറത്ത് പിന്നെയും എന്തൊക്കെയോ സംസാരം കേൾക്കുന്നുണ്ട്. ഒന്നും ശ്രദ്ധിക്കാൻ പോയില്ല. തലയിണയിൽ മുഖം അമർത്തി കണ്ണടച്ച് കിടന്നു. കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് ഹരിയേട്ടൻ മുറിയിലേക്ക് വന്നത്. കട്ടിലേക്ക് ഇരുന്ന് ഇരുവശത്തും കൈകുത്തി തലകുനിച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ പതിയെ എഴുന്നേറ്റിരുന്നു. ബെഡിൽ നിന്നും നിറങ്ങി നീങ്ങി ഹരിയേട്ടൻ അടുത്തായിട്ടിരുന്നു. സോറി. ഹരിയേട്ടൻ ഇരിക്കുന്നത് പോലെ തലകുനിഞ്ഞിരുന്ന് പതിയെ പറഞ്ഞു. ഹരിയേട്ടൻ എന്നെ തലചിരിച്ചു നോക്കി. ശേഷം ആദ്യം വരുന്നത് പോലെ നിലത്ത് നോക്കിയിരുന്നു. എനിക്ക് പേടി തോന്നി. ഞാൻ കാരണമാണ് ഇന്നത്തെ പ്രശ്നമുണ്ടായതെന്ന് കരുതി എന്നോട് പിണങ്ങുമോ, ദേഷ്യം കാണിക്കുമോ? ഇന്ന് അച്ഛനും അമ്മയും ഹരിയേട്ടനും തമ്മിൽ മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നില്ലേ? അതും ആദ്യമായിട്ട്. രാജേഷ് ഏട്ടൻ്റെ മുന്നിൽ നാണം കെടേണ്ടി വന്നില്ലേ? എല്ലാം എൻ്റെ തെറ്റാണെന്ന് പറയുമോ? ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ എന്നെക്കുറിച്ച് നാട്ടുകാരോട് കുറ്റം പറയുന്നു എന്നറിഞ്ഞപ്പോൾ, ഞാനൊക്കെ അറിഞ്ഞുവെന്ന് മനസ്സിലായ അമ്മ ഇനിയെങ്കിലും കുറ്റം പറയുന്നത് നിർത്തുമല്ലോ എന്ന് കരുതിയ. സോറി. കണ്ണ് നിറച്ച് വീണ്ടും ആ മുഖത്തേക്ക് നോക്കി. എന്നാൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഹരിയേട്ടൻ തിരിഞ്ഞെന്നെ ചുറ്റിപ്പിടിച്ചു. എൻ്റെ തോളിലേക്ക് മുഖം ചേർത്ത് വെച്ചു. പതിയെ ആ ചുണ്ടുകൾ സോറി എന്ന് മൊഴിയുമ്പോൾ എൻ്റെ കഴുത്തിടുക്കിൽ ആ മനുഷ്യൻ്റെ കണ്ണുനീർ നനവ് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം അങ്ങനെ ഇരുന്നു പോയി ഞാൻ. എന്നെ വഴക്കു പറയുമെന്ന് കരുതിയിടത്താണ് സോറി പറയുന്നത്. ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും തകർന്നു പോകുന്ന ഒരു മനുഷ്യൻ. നെഞ്ചിലൊരു നേർത്ത നൊമ്പരം കൂടുകൂട്ടി. അമ്മ ഇടയ്ക്കിടെ അഭിമാനത്തോട് പറയാറുള്ളതോർത്തു. അവനെ ഞാൻ ഒരു വിഷമവും അറിയിച്ചിട്ടില്ല. അവനെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ഒന്നും ശീലിപ്പിച്ചിട്ടില്ല. അതെ, ശീലിപ്പിച്ചിട്ടില്ല. അതാണല്ലോ ഒരു ചെറിയ ജീവിത പ്രശ്നം പോലും നേരിടാനാകാതെ ഇവിടെ വന്നിങ്ങനെ തളർന്നിരിക്കുന്നത്. പക്ഷേ ഇനി ശീലിച്ചോളൂ. പലതും എന്നെപ്പോലെ
കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ എനിക്കുണ്ടായ മാറ്റം പോലെ ഹരിയേട്ടനും മാറും. ജീവിത സാഹചര്യങ്ങളോളം മികച്ച അധ്യാപകരുണ്ടോ? പലതും പഠിക്കാനിരിക്കുന്നതേയുള്ളൂ. കുറച്ച് സമയം കഴിഞ്ഞ് മുഖം അമർത്തി തുടിച്ച് ഹരിയേട്ടൻ നിവർന്നിരുന്നു. പണ്ട് മുതൽക്ക് ഞാനിങ്ങനെ പെട്ടെന്ന് ഇമോഷണലായിപ്പോവും. പറഞ്ഞിട്ടൊരു നെടുവീർപ്പ് ഉതിർത്തു ആള്. എന്തിനാ എന്നോട് സോറി പറഞ്ഞത്? അമ്മയ്ക്ക് വേണ്ടി. അമ്മയ്ക്ക് വേണ്ടി ഹരിയേട്ടൻ എന്തിനാ പറയുന്നത്? അമ്മ പറയില്ലെന്ന് അറിയുന്നതുകൊണ്ട്. പിന്നീട് കുറച്ചു നേരം ഇരുവരും നിശബ്ദരായി. ഉതിർന്നു വീഴുന്ന നെടുവീർപ്പുകൾ മാത്രം സംവദിച്ചു. ദേവു, ഇനി ഒന്നും പഴയതുപോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ ഇനി എങ്ങനെ നിന്നോട് പെരുമാറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. നമ്മളൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ. ഇതുപോലൊരു പ്രശ്നമൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇന്നത്തെ പ്രശ്നത്തിന് കാരണം അമ്മയും അച്ഛനും ആണെന്ന് അറിയാഞ്ഞിട്ടല്ല. അതാണ് അവിടെ നിന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയത്. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവണ്ടേ? ഞാൻ നേരിൽ കേട്ടെന്ന് പറഞ്ഞിട്ട് കൂടി സമ്മതിച്ചു തരുന്നില്ല. റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞിരുന്നേ ഇപ്പോഴത്തേൻ്റെ ഇരട്ടി പ്രശ്നം ഉണ്ടാക്കിയേനെ അമ്മ. അതുകൊണ്ടാണ് പറയാതെ ഇങ്ങനെ പറഞ്ഞത്. ഇത്രയും ചെറിയൊരു പ്രശ്നം ഇതുപോലെ വലുതാക്കിയ അമ്മ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുമോ? മുടിയിലൂടെ വിരൽ കടത്തി കുനിഞ്ഞിരിപ്പുണ്ട് ഹരിയേട്ടൻ. വല്ലാതെ ടെൻസ്ഡ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. എന്നെങ്കിലും അമ്മേനെ ഉപേക്ഷിച്ച് കളയാൻ പറഞ്ഞാൽ ഹരിയേട്ടൻ എന്തു ചെയ്യും? ഹരിയേട്ടൻ അരികിലേക്ക് നീങ്ങിയിരുന്നത് ചോദിക്കുമ്പോൾ ഇന്നത്തെ പ്രശ്നം ഒരു തുടക്കമായി കണ്ട് അമ്മ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാളിനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമല്ലെന്നറിയാം. എന്നാലും അതെൻ്റെ ഉത്തരമായിരുന്നു എനിക്ക് വേണ്ടത്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എൻ്റെ മരണം വരെ നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നോടാണോ ദേവു? ഒരു നിമിഷം പോലും ആലോചിക്കാതെ വന്ന മറുപടിയിൽ അതുവരെ മനസ്സിനെ ഞെരിച്ചിരുന്ന സങ്കടവും ആശങ്കയും മറന്ന് എൻ്റെ ചുണ്ടുകൾ വിടർന്നു. എന്നാൽ ഒരു ഉറപ്പ് തരാം, ഞാനായിട്ട് ഒരു പ്രശ്നത്തിന് പോവില്ല. പിന്നെ ഞാനൊന്ന് നെടുവീർപ്പെട്ടു. അമ്മ പറഞ്ഞതൊക്കെ ഒരു നിമിഷം കൊണ്ട് മറന്നു കളയാനൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെ എല്ലാം മറന്ന് എല്ലാം സഹിച്ച് ജീവിക്കാനൊക്കെ സിനിമയിലും സീരിയലിലും ഉള്ളവർക്കൊക്കെ പറ്റും. മനസ്സിലെ ദേഷ്യം പുറത്ത് കാണിക്കാതിരിക്കാൻ ഞാൻ നോക്കാം. അപ്പോഴും അമ്മ നേരിട്ട് വല്ലതും പറഞ്ഞാൽ എത്രത്തോളം കേട്ടില്ലെന്ന് നടിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ തിരികെ വല്ലതും പറഞ്ഞു പോവും. എന്തിനാണ് വെറുതെ ഞാൻ എല്ലാം സഹിച്ചു നിന്നോളാമെന്നൊരു കപട വാഗ്ദാനം കൊടുക്കുന്നത്? പറഞ്ഞു. പക്ഷെ അതിവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. നീയോ അവരോ എന്നൊരു ഓപ്ഷൻ വരുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. നിനക്ക് അമ്മയെ വെറുക്കാം, അമ്മയ്ക്ക് നിന്നെ. പക്ഷെ എനിക്ക് നിങ്ങളെല്ലാവരും വേണ്ടേ? ആരെയും വെറുക്കാൻ പറ്റില്ലല്ലോ. അവരുടെ മനസ്സും ചിന്തകളും ഒന്നും ശരിയല്ല, സമ്മതിക്കുന്നു. എന്നാലും അവരെൻ്റെ അച്ഛനും അമ്മയും അല്ലാതാവുമോ? അവരെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് മറക്കാൻ പറ്റുമോ? ദയനീയമായാണ് ഹരിയേട്ടൻ എന്നെ നോക്കിയത്. ഞാൻ ആ കയ്യിൽ അമർത്തിപ്പിടിച്ചു. ഹരിയേട്ടൻ എന്നെ പരിഗണിക്കുന്നിടത്തോളം ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങും പോയില്ല. അല്ലെങ്കിലും ഹരിയേട്ടനെ വിട്ടിട്ട് പോവാൻ ആര് പറഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റുകയില്ല. ആ തോളിലൊന്ന് തൊട്ടു പറഞ്ഞതും ആളെന്നെ പിന്നെയും കെട്ടിപ്പിടിച്ചു, ചുറ്റിപ്പിടിച്ചു. പരസ്പരം തോളുകളിൽ തല താങ്ങി എത്ര നേരം ഇരുന്നു എന്നറിയില്ല. രണ്ടു മനസ്സുകളും ഒന്ന് തണുക്കുന്നത് വരെ അങ്ങനെയിരുന്നു ഞങ്ങൾ. ഡെയിലി ഇടാൻ നോക്കുന്നുണ്ട്, പക്ഷേ 3 സ്റ്റോറീസ് ആയതുകൊണ്ടാണ് കേട്ടോ പറ്റാത്തത്. മാക്സിമം ഞാൻ ഒന്നര വിട്ട ദിവസങ്ങളിലിടാം. അതിനിടയ്ക്ക് നിങ്ങൾ കോൺട്രാക്റ്റ് വൈഫ് 2 പാർട്ട് വേണമെന്ന് പറയുമ്പോഴാണ് ലാഗ് വരുന്നത്. ഭയങ്കര പാട് ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇടാൻ. ഞാൻ മാത്രമേ ഉള്ളൂ എഡിറ്റിങ്ങും വോയിസും എല്ലാം ചെയ്യുന്ന ഞാനാണ്. എല്ലാ ചാനൽസിലും എഡിറ്റ് ചെയ്യുന്ന ഒരാൾ, വോയിസ് ചെയ്യുന്ന ഒരാൾ, അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ അഫോർഡ് ചെയ്യാനും മാത്രമുള്ളതൊന്നും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാ വർക്കും പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് വരുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് യൂട്യൂബിൽ ഇടാനും. പക്ഷേ സമയക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് തീർത്ത് നമുക്ക് ഇട്ടുക, അതായിരിക്കുമല്ലോ എളുപ്പം. എന്തായാലും ഒന്നര വിട്ട ദിവസങ്ങളിൽ മരുമകൾ ഇടാൻ നോക്കാം. കോൺട്രാക്റ്റ് വൈഫ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഇടാം കേട്ടോ. അപ്പോൾ അഭിപ്രായം പറയണം. ലാസ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ചും അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ.